ഗോകുൽ പാലക്കാട് നേരിടുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ നേരത്തെ അവിടെ പാലക്കാട് നഗരസഭ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചില പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിപ്പോൾ സർക്കാരിൻ്റെ പരിപാടികളും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് CPM-ഉം BJP-യും പാലക്കാട് കേന്ദ്രീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? അതായത് പാലക്കാടാണ് ശാസ്ത്രമേള തീരുമാനിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രമേള പാലക്കാട് വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ സംഘാടക സമിതിയുടെ കൺവീനറായി MLA എന്നുള്ള നിലയിൽ രാഹുലിനെ നിയമിക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ശാസ്ത്രമേള നടത്തുന്നത് ഷൊർണൂരിലേക്ക് മാറ്റിയത്. അങ്ങനെ ഷൊർണൂരിലേക്ക് മാറ്റി ഇന്ന് അതിൻ്റെ സംഘാടക സമിതി രൂപീകരണമാണ്. ഈ സംഘാടക സമിതി രൂപീകരണത്തിൽ രാഹുൽ വരരുതെന്ന് മന്ത്രി നേരിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപ് പുറത്തു വന്നതാണ്. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഈ ശാസ്ത്രമേളയിലേക്ക് രാഹുൽ വരാതിരിക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ്. ആ രീതിയിലുള്ള പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം അത്തരത്തിൽ രാഹുൽ വന്നാൽ അത് ആ പരിപാടിയുടെ ശോഭ കെടുത്തുന്നതിന് കാരണമാവും. രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അതൊക്കെ ആ പരിപാടിയെ മുക്കിക്കളയുന്ന നിലയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഇനിയും, അതായത് MLA സ്ഥാനം രാജിവെക്കാത്ത സ്ഥിതിക്ക് വലിയ പ്രതിഷേധങ്ങൾ രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. കോൺഗ്രസും ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നുണ്ട്. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ പ്രതികരണം ലഭ്യമാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ DCC-യിലേക്ക് വരും. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തപ്പോഴും അദ്ദേഹം രാജി എന്നുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയിരുന്നില്ല. അല്ല, അങ്ങനെ അത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നില്ല. ജാഗ്രത പാലിക്കണമായിരുന്നു എന്ന ഒറ്റ വാക്കിലൊരു പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഒഴിച്ചാൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ രാഹുലിനെ എതിർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ രാഹുലിന്റെ രാജി സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ A. തങ്കപ്പൻ ഒരു പ്രതികരണവും നൽകിയില്ല. വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ DCC-യിൽ പാലക്കാട്ടേക്ക് എത്തും എന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? അത് അങ്ങനെ വന്നാൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്യും? പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്, MLA ആണ് താനും. ചെല്ലാനും പറ്റില്ല, ചെല്ലാതിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എപ്പോഴാണ് വരിക ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയാണ് അത് തീരുമാനിക്കുക. പാർട്ടി KPCC പ്രസിഡന്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ എന്താണോ ഔദ്യോഗിക പ്രഖ്യാപനം അതാണല്ലോ പാർട്ടി തീരുമാനം. പിന്നെ വരിക വരാതിരിക്കുക അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. കഴിഞ്ഞ ദിവസം പോയിരുന്നില്ല, അപ്പൊ എന്താണ് പറഞ്ഞത്? അതൊരു ഒരു വ്യക്തിപരമായി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഒന്നുമല്ല, ഒരു വ്യക്തിപരമായ സന്ദർശനം. അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. C. ചന്ദ്രൻ എപ്പോഴും രാഹുലിനൊപ്പം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും ആ വരവിൻ്റെ കാര്യം, രാഹുൽ എന്നാണ് ഇവിടേക്ക് വരിക, പാലക്കാട്ടേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അത് ആകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും വരും ദിവസങ്ങളിൽ അധികം വൈകാതെ രാഹുൽ ഇവിടേക്ക് എത്തും. സ്വാഭാവികമായും രാഹുൽ വരുമ്പോൾ അതിനാവശ്യമായ സംരക്ഷണവും പാർട്ടി ഒരുക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതുമാണ്.